24 ബിഗ് ബ്രേക്കിംഗ്. PMC പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിൽ കടുത്ത നടപടിയെടുക്കാൻ CPI രംഗത്ത് ആലോചിക്കുന്നു. മന്ത്രിമാരെ പിൻവലിക്കണമെന്ന ആവശ്യത്തിൽ നേതൃതലത്തിൽ ശക്തമായി നിലനിൽക്കുകയാണ്. മന്ത്രിമാരെ രാജിവെപ്പിച്ച ശേഷം പുറത്തുനിന്ന് LDF സർക്കാരിനെ പിന്തുണയ്ക്കണം എന്ന ആവശ്യത്തിലാണ് മുൻതൂക്കം. ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, തോമസ് ചാണ്ടി വിഷയത്തിലൊക്കെ നമ്മൾ മന്ത്രിസഭാ ബഹിഷ്കരണം വരെ കണ്ടതാണ്. ഇത് മന്ത്രിമാർ രാജിവെച്ച് ഇടതുമുന്നണിയിൽ പുറത്തുനിന്ന് പിന്തുണയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയമായി നിലപാടുയർത്തുന്ന ഒരു ബിഗ് സ്റ്റെപ്പാണ്. അതിനുള്ള ധാർമ്മിക കരുത്ത് ബിനോയ് വിശ്വത്തിനുണ്ടോ എന്ന ചോദ്യം അപ്പോഴും പ്രസക്തമാണ്. ശ്രീജിത്ത്, ഹാഷ്മി, അതിനുള്ള ധാർമ്മിക കരുത്ത് ബിനോയ് വിശ്വത്തിനുണ്ടോ എന്ന കാര്യം ഈ വരുന്ന 2 മണിക്കൂറിനകം വ്യക്തമാകും. കാരണം CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ ഭൂരിപക്ഷത്തിനും മന്ത്രിമാരെ പിൻവലിപ്പിക്കണം, ഈ PMC പദ്ധതിയിൽ ഏകപക്ഷീയമായി ഒപ്പിട്ട സമീപനത്തിനെതിരായ പ്രതിഷേധം രേഖപ്പെടുത്താൻ മന്ത്രിമാരെ മന്ത്രിസഭയിൽ നിന്ന് പിൻവലിപ്പിക്കണമെന്ന ആവശ്യമാണ് ശക്തമായുള്ളത്. CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ 9 അംഗങ്ങളാണ്. ആ 9 അംഗങ്ങളിൽ ഭൂരിപക്ഷത്തിനും ആ നിലപാടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളിലെ ഭൂരിപക്ഷത്തിനും അതോടൊപ്പം സംസ്ഥാന കൗൺസിൽ അംഗങ്ങൾക്കും എല്ലാവർക്കും ഇതേ അഭിപ്രായമുണ്ട്. എന്തായാലും ഇപ്പോൾ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം CPI ആസ്ഥാനമായ MN സ്മാരകത്തിലേക്ക് എത്തുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം ഒരുപക്ഷെ ഇക്കാര്യത്തിൽ ഉണ്ടായേക്കുമെങ്കിലും 12:30 ശേഷം മാത്രമേ അദ്ദേഹം ഒരു ഔദ്യോഗിക പ്രതികരണത്തിന് സാധ്യതയുള്ളൂ. മന്ത്രിമാരെ പിൻവലിപ്പിക്കുന്ന അടക്കമുള്ള ശക്തമായ നടപടിയാണ് ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടതാണ്. എന്താണ് CPIയുടെ തീരുമാനം? വഴിയുണ്ട്. ഒരു വഴി തെളിയുമോ? MN സ്മാരകത്തിലേക്ക് ബിനോയ് വിശ്വം എത്തുകയാണ്. ശ്രീജിത്തിനോട് വഴിതാ എന്നാ ചോദിക്കുന്നത്. അപ്പൊ ശ്രീജിത്ത് വഴി തെളിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞല്ലോ, എല്ലാം ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ. മുന്നണി മര്യാദയുടെ ലംഘനമാണെന്ന നിലപാട് ഉറച്ചിരിക്കുകയാണ്. അത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ഒരു മുന്നണി, അതും ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോകേണ്ട വഴി ഇതല്ല. ആ വഴി അപ്പോൾ എന്താണ് നമുക്ക് മുന്നിലുള്ള പോംവഴി? അത് കൂട്ടായി അന്വേഷിക്കാം. നമുക്ക് പോംവഴികളൊക്കെ ഉണ്ടാക്കും. മുന്നണി പോകേണ്ട വഴി ഇതല്ല. ഈ തരത്തിൽ മുന്നണിയിൽ തുടരാൻ കഴിയുമോ? അതെല്ലാം കമ്മിറ്റി കൂടുന്നുണ്ട്. 12:30 മണിക്ക് അതിനുശേഷം കാണാം. ഹാഷ്മി, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ നിലപാട് വ്യക്തമാണ്. 12:30 കമ്മിറ്റി CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. അതിനുശേഷം നിലപാട് വ്യക്തമാക്കാം. എന്തായാലും ഒരു കാര്യത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് വ്യക്തമായ മറുപടിയുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോകേണ്ട വഴി ഇതല്ല. അതായത് ഇടതുമുന്നണി ഈ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന PMC ധാരണാപത്രത്തിൽ ഒപ്പിടാനുള്ള തീരുമാനം അത് തെറ്റായ തീരുമാനമാണ്. അത് ഇടതുമുന്നണിയുടെ വഴിയല്ല, ഇടതുമുന്നണി പോകേണ്ട വഴി ഇതല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുമ്പോൾ ശക്തമായ നിലപാട്. ഇന്നലെ മുന്നണി മര്യാദയുടെ നഗ്നമായ ലംഘനമാണ് പറഞ്ഞു. ഇന്ന് ഇടതുമുന്നണി പോകേണ്ട വഴി ഇതല്ല എന്ന് കൂടി വ്യക്തമാക്കുമ്പോൾ CPI അതിന്റെ ഏറ്റവും അസാധാരണമായ തരത്തിലുള്ള തീരുമാനത്തിലേക്ക് വരും. 2009 സമാനമായ ഒരു സാഹചര്യം പൊന്നാനി മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന കാര്യം ഞാൻ ഓർക്കുകയാണ്. അന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി വെളിയം ഭാർഗവനായിരുന്നു. അന്ന് പൊന്നാനി സീറ്റ് ഏകപക്ഷീയമായി പിടിച്ചെടുക്കാൻ, അവിടെ പൊതുസ്വതന്ത്രനെ മത്സരിപ്പിക്കാനുള്ള CPM തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് അന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി വെളിയം ഭാർഗവൻ ഇവിടെ ഈ MN സ്മാരകത്തിൽ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത് മുന്നണി തകർന്നാൽ അതിന്റെ ഉത്തരവാദി വിജയനായിരിക്കുമെന്നാണ്. ആ വിജയൻ എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണ് എന്നാണ് വെളിയം ഭാർഗവൻ വ്യക്തമാക്കിയത്. അതിനുശേഷമാണ് പൊന്നാനിക്ക് പകരം വയനാട് സീറ്റ് നൽകിക്കൊണ്ടുള്ള തീരുമാനത്തിലേക്ക് വിട്ടുവീഴ്ചയ്ക്ക് CPM തയ്യാറായത്. അന്ന് ആർജവമുള്ള ശക്തരായ രാഷ്ട്രീയ നേതൃത്വം CPIക്ക് ഉണ്ടായിരുന്നു. അതിന് സമാനമായ ഒരു സാഹചര്യം ഇപ്പോൾ ഉരുത്തിരിയുമ്പോൾ CPI എടുക്കാൻ പോകുന്നത് മന്ത്രിമാരെ പിൻവലിപ്പിച്ച് LDFനെ പുറത്തുനിന്ന് പിന്തുണയ്ക്കാനുള്ള തീരുമാനമാണ്. CPIയുടെ കൂടി രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് 1979 ബഠിണ്ഡ പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനമനുസരിച്ചാണ് കേരളത്തിൽ LDF രൂപീകരിച്ചത്. ആ LDFനെ തകർക്കാൻ CPI ഇല്ല, എന്നാൽ മന്ത്രിസഭയിൽ ഇത്രയും അപമാനം സഹിച്ച് തുടരേണ്ട സാഹചര്യമില്ല എന്ന നിലപാടാണ് CPIക്ക് ഇപ്പോൾ ഉള്ളത്. ഹാഷ്മി, അല്ല ശ്രീജിത്ത്, ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടറിൽ കൺട്രോൾ Z അടിച്ച് അൺഡു ചെയ്യുന്നത് പോലെ ഈ തീരുമാനം റിവേഴ്സ് ചെയ്യാൻ കഴിയില്ല. ഒപ്പിട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ PMC പദ്ധതിയിൽ CPM അതിന്റെ മുൻ രാഷ്ട്രീയ നിലപാടൊക്കെ വിഴുങ്ങിക്കൊണ്ട് ഒപ്പിട്ട് കഴിഞ്ഞു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഒരു മുന്നണി ചർച്ച ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഉഭയകക്ഷി ചർച്ച പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനപ്പുറം എന്ത് CPI എന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറി ചോദിക്കുന്നത്, ഈ വിഷയത്തിൽ CPI ഞങ്ങൾ മുഖവിലക്കെടുക്കാൻ തയ്യാറല്ല, CPIക്ക് എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ എന്ന സന്ദേശമായി തന്നെ ബിനോയ് വിശ്വം എടുക്കുകയാണോ? അതിന്റെ ഭാഗമായി കൂടിയാണോ ഇത് ഇടതുപക്ഷത്തിന്റെ വഴിയല്ല എന്ന് ബിനോയ് വിശ്വം പറയുന്നത്? ശ്രീജിത്ത്,
തീർച്ചയായും ഹാഷ്മി സൂചിപ്പിച്ച പോലെ എന്ത് CPI എന്നുള്ള അവഹേളനപരമായ പരാമർശം, പുച്ഛം കലർന്ന പരാമർശം, പരിഹാസം കലർന്ന പരാമർശം CPIയുടെ സംസ്ഥാന സെക്രട്ടറിയിൽ നിന്നുണ്ടായി, CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയിൽ നിന്നുണ്ടായപ്പോഴും CPI നേതൃത്വം ഒരു മൗനം പാലിച്ചിരിക്കുകയായിരുന്നു. അരാഷ്ട്രീയമായ പ്രതികരണം എന്ന് മാത്രമാണ് ബിനോയ് വിശ്വം അതിനോട് പ്രതികരിച്ചത്. എന്നാൽ പാർട്ടിക്കകത്ത് വലിയ തോതിലുള്ള വികാരമുണ്ടായിരുന്നു. എങ്കിലും ആ വികാരത്തെ തടഞ്ഞു നിർത്തിയത് തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചായിരുന്നു. എന്നാൽ ഈ PMC പദ്ധതിയിൽ ഏകപക്ഷീയമായി ഒപ്പിടാൻ പാർട്ടിയുമായി ചർച്ച ചെയ്യാതെ, മുന്നണി യോഗം വിളിക്കാതെ, മന്ത്രിസഭാ യോഗത്തിൽ ഒരു ഉത്തരം പറയാതെ ഏകപക്ഷീയമായി CPM നയിക്കുന്ന സർക്കാർ ഒരു PMC പദ്ധതിയുമായി ചേരാനുള്ള സംഘപരിവാറിന്റെ വർഗീയ അജണ്ടയുമായി കൈകോർക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വരുമ്പോൾ അതിനോട് യോജിക്കാൻ കഴിയില്ല. അക്ഷന്തവ്യമായ തെറ്റാണ് ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായത് എന്നാണ് ബിനോയ് വിശ്വം വ്യക്തമാക്കുന്നത്. ഇടതുപക്ഷ സർക്കാരിന്റെ വഴി ഇതല്ല എന്ന് പറയുമ്പോൾ സർക്കാർ മറ്റൊരു ദിശയിലേക്ക് സഞ്ചരിക്കുന്നു എന്ന കൃത്യമായ പ്രതികരണമാണ് ബിനോയിൽ നിന്ന് ഉണ്ടാകുന്നത്. ഇത്തരത്തിലൊരു പ്രതികരണത്തിലൂടെ തന്നെ CPIയുടെ വികാരം എന്താണെന്ന് നമുക്ക് വായിച്ചെടുക്കാം. 12:30 നടക്കുന്ന CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അനിവാര്യമായ ഒരു നടപടിയിലേക്ക് CPI വരുമോ? അതിനുള്ള ധാർമ്മിക കരുത്ത് CPIയുടെ സംസ്ഥാന നേതൃത്വത്തിനുണ്ടോ? അതിനുള്ള ആർജവം CPIക്കുണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഈ മണിക്കൂറിൽ ഇവിടെ ഉയരുന്നത്. ഈ MN സ്മാരകത്തിൽ അത്തരം ചോദ്യങ്ങൾ വന്ന് അലയടിക്കുമ്പോൾ പാർട്ടി നേതൃത്വം ആ കാലത്തിന്റെ വിളിക്ക് കാതോർക്കുമോ എന്നാണ് നമുക്ക് അറിയാനുള്ളത്. ചീത്ത നമ്മളൊരു പക്ഷേ ഈ സർക്കാരിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള വാക്കാണ് ഇടതുബദൽ എന്നൊക്കെ പറയുന്ന വാക്കുകൾ. 4000 കോടി തടഞ്ഞു വെച്ചിട്ട് കോടതി വഴിയിൽ പോയി നടത്തിയ ഒരു തമിഴ്നാട് ബദൽ നമുക്ക് മുന്നിലുണ്ട്. കഴിഞ്ഞ 4 വർഷം ഈ NEP, PMC ഇത് വർഗീയതയ്ക്ക് വേണ്ടിയുള്ള പാലമിടലാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന CPM, ഈ പറയുന്ന പ്രചാരവേല നടത്തിക്കൊണ്ടിരുന്ന CPM, ഇതെങ്ങനെയാണ് 4 വർഷങ്ങൾക്കിപ്പുറം അന്നും ഉണ്ടല്ലോ ഈ 1000 ചില്ലുവാനം കോടിയുടെ ആശങ്ക അന്നും ഉണ്ട്. 1000 ചില്ലുവാനം കോടിക്ക് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ നയം ഇല്ലാതാക്കി വേണ്ടെന്ന് വെച്ചു എന്നെങ്ങനെയാണെന്ന് രാഷ്ട്രീയമായി വിശദീകരിക്കാൻ CPMന് കഴിയുക? സയ്യിദ്, ഹാഷ്മി, നിങ്ങളുടെ രാഷ്ട്രീയ ബദൽ ഉപേക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ നയം ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് എത്ര കോടി രൂപ സർക്കാരിലേക്ക് കൊണ്ടുവന്നിട്ട് എന്ത് കാര്യം? നിങ്ങളെ ഇതര രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് നിങ്ങളുടെ വ്യതിരിക്തമായ രാഷ്ട്രീയ നിലപാടാണ്. സംഘപരിവാറിനെ എതിർക്കുന്ന, വർഗീയതയോട് സന്ധി ചെയ്യാത്ത നിലപാടെന്നതാണ് CPIയും നയിക്കുന്ന ഇടതുമുന്നണി എപ്പോഴും ഉദ്ഘോഷിക്കുന്ന കാര്യം. അങ്ങനെയുള്ള ഒരു വർഗീയതയ്ക്ക് വിരുദ്ധമായ അല്ലെങ്കിൽ വർഗീയതയോട് സന്ധി ചെയ്യാത്ത ഒരു നയത്തോട് പൊരുത്തപ്പെട്ടിട്ട് പിന്നെ എങ്ങനെയാണ് 1400 അല്ലെങ്കിൽ 2000 5000 കോടി രൂപ സർക്കാർ ഖജനാവിലേക്ക് കൊണ്ടുവന്നിട്ട് എന്ത് കാര്യം? നിങ്ങളുടെ നയം നിങ്ങൾ ബലികഴിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ നയത്തിൽ വിശ്വസിച്ച് നിങ്ങളുടെ പിന്നിൽ അണിനിരന്നിരിക്കുന്ന ബഹുഭൂരിപക്ഷം മതനിരപേക്ഷ ജനാധിപത്യ വിശ്വാസികളെ മറന്നുകൊണ്ട് ഈ PMC പദ്ധതിയുമായി, അതിന്റെ ആത്മാവ് ദേശീയ വിദ്യാഭ്യാസ നയമാണെന്ന കാര്യം CPMന്റെ നേതാക്കൾ മാത്രമല്ല, CPIയുടെ നേതാക്കൾ മാത്രമല്ല, എല്ലാവരും ഒരുമിച്ച് പറയുന്ന കാര്യമാണ്. അപ്പോൾ അത്തരം ദേശീയ വിദ്യാഭ്യാസ നയത്തെ വാരിപ്പുടരാനുള്ള തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ എത്ര കോടി രൂപ ഖജനാവിലേക്ക് വന്നു എന്നതല്ല പ്രശ്നം, നിങ്ങളുടെ നയം നിങ്ങൾ ബലികടിച്ചോ എന്നതാണ് പ്രശ്നം. അപ്പോൾ നയം ബലികടിച്ചുകൊണ്ട് അതിന്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇടതുമുന്നണി നിൽക്കുമ്പോൾ പിന്നീട് ഇടത് ബദൽ എന്നുള്ള ചോദ്യമൊക്കെ വെറും അശ്ലീല ചോദ്യമായി മാറുമെന്നാണ് CPI നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഹാഷ്മി, ഷീത്ത്, 1000 കോടി എന്ന് പറയുന്നത് അത് ചെറിയ തുകയല്ല. പക്ഷേ ഒരു സംസ്ഥാന ബജറ്റിൽ അതൊരു വലിയ തുകയുമല്ല. കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളതും കേന്ദ്രം തടഞ്ഞു വെച്ചതും കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വരവ് കുറഞ്ഞതും അടക്കം അതിനേക്കാൾ കൂടുതലൊക്കെ ശതകോടികൾ നമുക്കുണ്ട്. അപ്പൊ അതിന് ഈ പറയുന്ന 1000 കോടി കിട്ടാൻ വേണ്ടി നമ്മൾ CPM ഉയർത്തിപ്പിടിക്കുന്ന, LDF ഉയർത്തിപ്പിടിച്ചിരുന്ന ഇടതുബദൽ പ്രധാനപ്പെട്ട ഒരു നയം പിൻവലിക്കുന്നു 1000 കോടിക്ക് വേണ്ടി എന്നൊക്കെ പറയുന്നത് എത്രത്തോളം വിശ്വസനീയമാണ്? പ്രതിപക്ഷം അത് പൂർണ്ണാർത്ഥത്തിൽ 1000 കോടി കിട്ടാൻ വേണ്ടി ഈ നയത്തിന്റെ കഴുത്തറത്തു എന്നങ്ങ് വിശ്വസിക്കുവോ? ഹാഷ്മി സൂചിപ്പിച്ച പോലെ നമ്മുടേത് ഈ 1400 കോടി കൊണ്ട് പരിഹരിക്കാവുന്ന അല്ലെങ്കിൽ അത് ഒരു വലിയ ഘടകമായി കാണാവുന്ന ഒരു സമ്പദ് വ്യവസ്ഥയല്ല. 1 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയിലേക്ക് നീങ്ങുന്നുവെന്നാണ് ധനവകുപ്പ് എപ്പോഴും അവകാശപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ട്രില്യൺ സമ്പദ് വ്യവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരു സംസ്ഥാനത്തിന് 1400 കോടി രൂപ എന്ത് കാര്യമാണ് എന്നൊരു ചോദ്യം ഉയർന്നുണ്ട്. ഇതോടൊപ്പം തന്നെ SSK ഫണ്ടും തടഞ്ഞു വെച്ചിട്ടുണ്ട് എന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പും CPIയും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. SSK ഫണ്ടിന്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഈ PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നിയമവഴിയും രാഷ്ട്രീയ വഴിയും മുന്നിലുള്ളപ്പോൾ എന്തിന് നിങ്ങളുടെ രാഷ്ട്രീയ നയങ്ങൾ, രാഷ്ട്രീയ നിലപാടുകൾ ബലികടിച്ചുകൊണ്ട് ദേശീയ വിദ്യാഭ്യാസ നയം ആത്മാവായ ഒരു പദ്ധതിയെ വാരിപ്പുണരുന്നു, സ്വീകരിക്കുന്നു എന്ന ചോദ്യമാണ് CPIMന് നേരെ ഉയർന്നത്, പൊതുവിദ്യാഭ്യാസ വകുപ്പിന് നേരെ ഉയർന്നത്. SFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ് V ശിവൻകുട്ടി. അപ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിലെ സമര പോരാട്ടങ്ങളുടെ ചരിത്രം അദ്ദേഹത്തിന് അറിയാത്തതല്ല, CPIMന്റെ നേതാക്കൾക്ക് അറിയാത്തതല്ല. CPM ജനറൽ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ CPIയുമായി ചർച്ച നടത്തിയ ശേഷം മാത്രമേ PMC പദ്ധതിയുമായി യോജിക്കൂ എന്ന കാര്യം വ്യക്തമാക്കുമ്പോൾ അതെല്ലാം മറന്നുകൊണ്ട് മന്ത്രിസഭയിൽ CPI മന്ത്രിമാർ ആശങ്ക ഉയർത്തുമ്പോൾ മൗനം
കാലത്തിന് ശേഷം തലയിൽ അതായത് CPIയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം P. സന്തോഷ് കുമാറിന്റെ ഭാഷ കടമെടുത്താൽ തലയിൽ മുന്നിട്ട് പോയി ഒപ്പിടുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അങ്ങേയറ്റം നാണക്കേട്, അങ്ങേയറ്റം രാഷ്ട്രീയമായിട്ടുള്ള ഒരു തിരിച്ചടി ഉണ്ടാകുന്ന സ്ഥിതിയാണിപ്പോൾ അതിനെയാണിപ്പോൾ അഭിമുഖീകരിക്കുന്നത്. അതുകൊണ്ട് ഈ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പ്രതിപക്ഷമോ CPIയോ വിശ്വസിക്കാൻ പോകുന്നില്ല, അണികൾ വിശ്വസിക്കാൻ പോകുന്നില്ല എന്നതാണ് വസ്തുത. ഓക്കെ, എന്തായാലും PMC പദ്ധതിയിൽ എതിർപ്പറിയിക്കുകയാണ് CPIയുടെ അധ്യാപക സംഘടന. കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതിയിൽ ഒപ്പിട്ടതോടെ വിദ്യാഭ്യാസ മേഖലയെ ഒറ്റിക്കൊടുത്തു എന്നാണ് AKSTU കുറ്റപ്പെടുത്തിയത്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേർന്നു. ഉമേഷ്, AKSTU അല്ല, CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ ഇത് ഇടതുപക്ഷ വഴിയല്ല എന്ന് ആവർത്തിച്ച് ഇപ്പോഴും പറയുന്നു. വലിഞ്ഞു മുറുകിയ മുഖവുമായി അകത്തേക്ക് കയറി പോവുകയും ചെയ്തു. സ്വാഭാവികമായും CPIയുടെ സകല പോഷക സംഘടനകൾക്കും ആ നിലപാട് സ്വീകരിക്കാൻ കഴിയൂ. ഉമേഷ്, തീർച്ചയായും അതുപോലെ തന്നെയാണ് വിവിധ സംഘടനകൾ തങ്ങളുടെ എതിർപ്പുകൾ പരസ്യമായി അറിയിച്ച് രംഗത്തെത്തിയിരിക്കുന്നു. ഇപ്പോൾ CPIയുടെ അധ്യാപക സംഘടനയാണ് AKSTU. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ ഒറ്റുകൊടുക്കുന്നു, വിദ്യാഭ്യാസ മേഖലയെ ഒറ്റുകൊടുത്ത് NEP നടപ്പാക്കാനുള്ള സർക്കാർ തീരുമാനത്തെ അംഗീകരിക്കുക, അതിനെതിരെ ഇന്ന് കരിദിനം ആചരിക്കാനാണ് AKSTUവിന്റെ തീരുമാനം. അങ്ങനെ സ്കൂളുകളിൽ ഇന്ന് AKSTU പ്രവർത്തകർ കരിദിനം ആചരിച്ച് പ്രതിഷേധിക്കുന്നു. ലക്ഷ്മി. ഓക്കെ, ഉമേഷ് ബാലകൃഷ്ണനാണ്. CPI കടുത്ത രോഷത്തിലും കടുത്ത അതൃപ്തിയിലുമാണ്. അത് ഏതെങ്കിലും തരത്തിൽ ഒരു മുന്നണി യോഗം ചേർന്നില്ല എന്ന് മാത്രമല്ല, ഉഭയകക്ഷി യോഗം CPM CPI ചർച്ച പോലും ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കക്ഷിയാണ്. അവരുമായി വേണ്ട രീതിയിൽ ആലോചിച്ചില്ല, വേണ്ട രീതിയിൽ നല്ല ആലോചന ഉണ്ടായില്ല എന്നത് മാത്രമല്ല, ഏത് CPI എന്ന് ചോദിക്കുന്നത് അവർക്കുണ്ടാകുന്ന, അവരുടെ ഈഗോയ്ക്കുണ്ടാക്കുന്ന, അവരുടെ ആത്മാഭിമാനത്തിനും അഭിമാനത്തിനും ഉണ്ടാക്കുന്ന മുറിവ് ആഴത്തിലുള്ള വടുവാണ്. ആ വടു കൂടിയാണ്, ആ മുറിവ് കൂടിയാണ് ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണത്തിന്റെ കാരണം. എന്തായാലും അടുത്ത മണിക്കൂറുകൾ CPIക്ക് നിർണായകമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.